ഇന്ന് ഞാനുള്ളത് എൻ്റെ പെരയിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഉമ്മ ചിക്കനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അരിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാമെന്ന് കരുതിയാണ്ട്. എപ്പോഴും നമ്മളിവിടെ നെയ്ച്ചോറ്, ബിരിയാണി അങ്ങനെയുള്ളത് തന്നെയാണ് ചിക്കൻ വാങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാക്കാറ് കേട്ടോ. അപ്പം അതിന് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ വേറെ ഐറ്റം ഉണ്ടാക്കാൻ കരുതി. അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് കഴുകിയാണ്ട് എടുക്കുകയാണ് കേട്ടോ. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മളിവിടെ അങ്ങനെ ഉണ്ടാക്കാത്തൊരു സാധനം അതാണ് കേട്ടോ. കൂടുതൽ ഉണ്ടാക്കുന്നത് ബിരിയാണി ആയിട്ടാണ് ഉണ്ടാക്കൽ. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. ക്യാരറ്റും ക്യാപ്സിക്കനും പയർ ബീൻസ് ഉണ്ടല്ലോ അതാണ് കേട്ടോ. അതും എല്ലാം കൂടെ ഒന്ന് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. കടായി ചിക്കനും ഉണ്ടാക്കാമെന്നാണ് കരുതുന്നത്. അപ്പോൾ അതിനൊക്കെ ആവശ്യമായിട്ടുള്ള ഉള്ളി ക്യാപ്സിക്കനും വേറെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചോറ് വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ. കുറച്ച് വേവുള്ള അരിയാണല്ലോ, അപ്പം അത് ആദ്യം വേവിക്കാൻ വെക്കാമെന്ന് കരുതിയാണ്ട് അടുപ്പ് കത്തിക്കുകയാണ് കേട്ടോ. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അപ്പത്തിനൊന്ന് സെറ്റാക്കി എടുക്കാൻ വിചാരിച്ചു. ഉപ്പിടാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അനിയത്തി ക്യാരറ്റ് ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്കൊരു ഗ്ലാസ് കൊടുന്ന് തന്നതാണ്. പിന്നെ നമ്മൾ ചിക്കൻ ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ ഗ്രേവി ഉണ്ടാക്കണത്. അപ്പം മസാലയൊക്കെ ഒന്ന് തേച്ച് വെക്കുക കേട്ടോ. പിന്നെ ചോറ് വെന്ത അടുപ്പത്ത് തന്നെ നമുക്ക് ചിക്കൻ പൊരിക്കാമെന്ന് കരുതിയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ചോറൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഊറ്റിയെടുക്കുകയാണ്. ചിക്കനൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണുള്ളൂ കേട്ടോ. ഓവറായിട്ട് കുക്ക് ചെയ്യണില്ല. പിന്നെ നമ്മൾ ആ എണ്ണയിൽ തന്നെ ഗ്രേവി ഉണ്ടാക്കാനായിട്ടുള്ള ഉള്ളി, ക്യാപ്സിക്കം, തക്കാളി ഇതൊക്കെ കൂടെ ഇട്ടിട്ടൊന്ന് വഴറ്റിങ്ങാണ്ട് എടുക്കുകയാണ് കേട്ടോ. ചിക്കൻ കണ്ടതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയിട്ടുള്ളൂ. പിന്നെ നമ്മളിവിടെ കുട്ടികൾക്കൊന്നും എരിവ് തീരെ പറ്റാത്തതുകൊണ്ട് തന്നെ മഞ്ഞൾ, മുളക് കുറച്ച് ഇട്ടിട്ടുള്ളൂ. ഉപ്പും ഇട്ടിക്കണേ. പിന്നെ കുറച്ച് സോസ് അധികം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാകുമ്പോൾ എരിവില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലേ സോസ് കൂടുതൽ ഒഴിച്ചാൽ, അതാണ് അങ്ങനെ ചെയ്തത്. പിന്നെ നമ്മൾ ചിക്കൻ മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രൈഡ് റൈസിന് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ. അതൊന്ന് നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ വേവിച്ച് വെച്ച് ചോറും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി ഇളക്കി സെറ്റാക്കി കേട്ടോ. അങ്ങനെ അതൊക്കെ റെഡിയായി വന്നപ്പോഴത്തേന് നമ്മൾ സമയം 8 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഉറക്കം വേണ്ടിയിട്ട് വേഗം ഫുഡ് കഴിക്കാൻ കരുതിങ്ങാണ്ട് ഞങ്ങൾ ഫുഡൊക്കെ എടുത്ത് ഞാനും മക്കളും കൂടെ കഴിക്കാൻ കരുതിങ്ങാണ്ട് ഫുഡൊക്കെ വിളമ്പുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നങ്ങാണ്ട് വേഗം ചോറൊക്കെ തിന്നു. പിന്നെ കുക്കിങ് ചെയ്താൽ പിന്നെ ഇഷ്ടം പോലെ പാത്രം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ പാത്രങ്ങളും ഫുഡ് കഴിച്ച പാത്രങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിങ്ങാണ്ട് എടുക്കുകയാണ് കേട്ടോ. രാത്രി തന്നെ കഴുകി വെച്ചാൽ പിന്നെ രാവിലെ അത്രയും പണിയാക്കാൻ കിട്ടുമല്ലോ. പിന്നെ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അടിച്ച് തുടച്ച് വൃത്തിയാക്കിയിട്ടു കേട്ടോ. അങ്ങനെ ചെയ്തിട്ട് പിന്നെ രാവിലെ എണീക്കുമ്പോൾ ഒന്ന് കാണുമ്പോൾ ഒരു സമാധാനമാണല്ലോ. പിന്നെ അതൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ട് പിന്നെ നമ്മൾ വേഗം പോയിട്ട്